ഇന്ത്യൻ നേറ്റീവായ അൾസ്റ്റോണിയ വെനനാറ്റ എന്ന ചെടിയുടെ പൂവും ഇലകളൊക്കെയാണ് ഈ കാണുന്നത്. പേരിട്ടത് 1811 സ്കോട്ടിഷ് ബോട്ടണിസ്റ്റായ റോബർട്ട് ബ്രൗൺ ആണ്. ഈ അൾസ്റ്റോണിയ എന്ന പേര് വേറൊരു പ്രൊമിനന്റ് ബോട്ടണിസ്റ്റായ ചാൾസ് ആൽസ്റ്റനെ ഓണർ ചെയ്യാൻ ഇട്ടതാണ്. ഈ അൾസ്റ്റോണിയ എന്ന ജനസിൽ 40 തൊട്ട് 60 സ്പീഷീസ് വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇവയെല്ലാം തന്നെ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഓസ്ട്രേലിയൻ ക്യുനൈൻ, ഓസ്ട്രേലിയൻ ഫീവർ ബുഷ് അല്ലെങ്കിൽ ഡെവിൾ ട്രീ എന്നൊക്കെയാണ്. കാണുന്ന സ്പീഷീസിന്റെ കോമൺ നെയിം പോയിസൺ ഡെവിൾ ട്രീ എന്നാണ്. ഇന്ത്യൻ ആയുർവേദിക് മെഡിസിനിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ. ഇതിൻ്റെ പൂവും കായും ഇലകളും പിന്നെ ബാർക്ക്, അതായത് മരത്തിൻ്റെ തൊലിയും എല്ലാം തന്നെ ഈ മെഡിസിൻസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുഷ്ഠം, വെനമസ് ബൈറ്റ്സ്, അപസ്മാരം, ക്ഷീണം, പനി, പിന്നെ പറങ്കിപ്പുണ്ണ് അതായത് സിഫിലിസ്, പിന്നെ ഭ്രാന്ത്, ഇൻഫെസ്റ്റേഷൻ ബൈ വേംസ് അതായത് അണുബാധ, ഇംഗ്ലീഷിൽ ഹെൽമിത്യാസിസ്, ഇവയ്ക്കൊക്കെ ഇത് ഒരു മരുന്നാണെന്നാണ് പറയുന്നത്. പലതരം സ്കിൻ ഡിസീസസും സ്നേക്ക് ബൈറ്റ്സും ഒക്കെ ക്യൂർ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കായലും പട്ടയിലും അടങ്ങിയിട്ടുള്ള ഇൻഡോൾ എന്ന കോമ്പണൻറ്റ് കാരണമാണ് ഇത് സ്നേക്ക് ബൈറ്റ്സ് ക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഞങ്ങളിതിവിടെ പനി, ജലദോഷം, ചുമ വരുമ്പോൾ ആവി പിടിക്കുന്നതിൻ്റെ പച്ചിലക്കൂട്ടുകൾക്ക് ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉറുമ്പ്, പഴുതാര, കുളവി എന്നിവ കടിക്കുമ്പോൾ ഇതിൻ്റെ ഇല ഞെരടി. പിന്നെ യൂസ് ചെയ്യുന്നത് മുറിവ് ഉണങ്ങാനാണ്. അതായത് ഇതിൻ്റെ ഇല ഞെരടി മുറിവിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഈ പ്ലാന്റിൻ്റെ ഇലയല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി എപ്പിലെപ്റ്റിക്, ആൻറ്റി ഡിപ്രസൻറ്റ്, ആൻറ്റി ക്യാൻസർ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ എന്നിവയൊക്കെയാണ്. ഫൈറ്റോകെമിക്കൽ അനാലിസിസിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പ്രസൻസ് ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആൽക്കനോയിഡ്സ്, കൗമാരിൻസ്, ടാനിൻസ്, സാപ്പനിൻസ്, ഫ്ലേവനോയിഡ്സ്, ഫിനോൾസ്, ആന്ത്രക്വിനോൺസ്, ക്വിനോൺസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൈക്കോസൈഡ്സ് ആൻഡ് സ്റ്റാർച്ച്, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കോമ്പണൻസ്. ഇത് 6 മീറ്റർ വരെ വളരുന്ന ഒരു ചെറുമരമാണ്. പിന്നെ ഇതിൻ്റെ പൂവ് കണ്ടപോലെ തന്നെ ക്ലസ്റ്റർ ആയിട്ടാണ് വളരുന്നത്. വെള്ള അല്ലെങ്കിൽ വളരെ ഇളം മഞ്ഞ കളറിലായിരിക്കും ഉള്ളത്. ഇത് നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് കൂടിയാണ്. പിന്നെ ഞങ്ങൾ ഇത് ഇവിടെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഇരുമ്പ് കത്തി കൊണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഉണങ്ങിപ്പോകും. ഇതിനൊരു വെള്ള സാപ്പുണ്ട്. അപ്പോൾ അതും അയണുമായിട്ടുള്ള റിയാക്ഷൻ കാരണമായിരിക്കാം ഇത് സംഭവിച്ചേക്കണേന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സോ ഡീറ്റെയിൽസോ എല്ലാം കിട്ടുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.